നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സ്റ്റേഡിയത്തിന് സമീപത്തുകൂടി വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഭൂമിയിലേക്ക് നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനുള്ള അനുമതി റദ്ദാക്കിയ നഗരസഭാ തീരുമാനത്തിനെതിരെ ഹർജി. പൊതുപ്രവർത്തകനായ നസീർ അലിയാരാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിന് സമീപത്തുകൂടി വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഭൂമിയിലേക്ക് നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനുള്ള അനുമതി റദ്ദാക്കിയ നഗരസഭാ തീരുമാനത്തിനെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണലിലാണ് ഹർജി നൽകിയത്. വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ മുഴുവൻ തുകയും ചെലവഴിക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിനായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും പ്രാഥമിക ജോലികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം പദ്ധതി ബൈപ്പാസ് നിർമ്മാണത്തോടെ സാധ്യമാകാതെ വരുമെന്ന ആക്ഷേപമുയർന്നതോടെയാണ് നഗരസഭ പ്രത്യേക കൗൺസിൽ വിളിച്ച് തീരുമാനം റദ്ദാക്കിയത്. മുസ്ലിം ലീഗ് കൗൺസിലർ PM അബ്ദുൽ സലാമാണ് പദ്ധതിക്കായി മുന്നിൽ നിന്ന് ശ്രമിച്ചത്. കൗൺസിൽ യോഗത്തിൽ PM അബ്ദുൽ സലാം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പൊതുപ്രവർത്തകനായ നസീർ അലിയാർ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ശരിക്കും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുത്ത തീരുമാനം മാറ്റിവെക്കുന്നു, അത് പഠിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിരോധാഭാസമായ കാര്യമാണെന്ന്. കാരണം ഇതിൻ്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് വെയർഹൌസിംഗ് കോർപ്പറേഷൻ വെറുതെ വലിഞ്ഞു വന്ന് കയറി ഞങ്ങൾ റോഡ് നിർമ്മിക്കാമെന്ന് പറഞ്ഞതല്ല. മുനിസിപ്പാലിറ്റി ക്ഷണിച്ചത് പ്രകാരം അവരുടെ ഉദ്യോഗസ്ഥർ വരികയും അവർ തമ്മിലുള്ള ധാരണ ക്രമമനുസരിച്ചുകൊണ്ടുള്ള ഇവർ ക്ഷണിക്കുന്നു, എല്ലാത്തിനും റെക്കോർഡുണ്ട്. ക്ഷണിക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു, അവർ ചർച്ച ചെയ്യുന്നു, ഒപ്പിടുന്നു. മുനിസിപ്പൽ അധികാരികൾ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ചെയർമാൻ അടക്കമുള്ളവർ വന്ന് സൈറ്റ് വിസിറ്റിംഗ് നടത്തി ബോധ്യപ്പെടുന്നു. കൗൺസിൽ യോഗം തീരുമാനമെടുക്കുന്നു. എങ്ങനെ? ഈ ബൈപ്പാസ് റോഡിന് അനുവാദം കൊടുക്കുന്നു. അതനുസരിച്ച് വെയർഹൌസിംഗ് കോർപ്പറേഷൻ അതിൻ്റെ ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഈ വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമൊന്നുമല്ലല്ലോ, സർക്കാരിൻ്റെ സ്ഥാപനം തന്നെയാണ്. അതിവിടെ വരിക എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒട്ടേറെ തൊഴിൽ സാധ്യതകളും നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാവുകയും അതിനെല്ലാത്തിനും ഉപരി ഈ പ്രദേശവാസികൾക്ക് സമാന്തരമായിട്ട് തിരക്ക് ഒഴിഞ്ഞു പോയി രക്ഷപ്പെട്ടു പോകാനുള്ളൊരു വഴി ഇവിടേക്ക് ലഭിക്കും എന്നുള്ളത് വളരെ ഉപകാരമാകേണ്ട കാര്യമായിരുന്നു. പക്ഷേ അത്തരത്തിൽ വളരെ വ്യവസ്ഥാപിതമായ ഓരോ കടലാസ് ജോലികളും പൂർത്തിയാക്കി ഒടുക്കം ഡിസംബർ 2 ഒരു തട്ടിക്കൂട്ട് കൗൺസിൽ യോഗം വിളിച്ചു കൂടിയിട്ട് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആ നടപടി റദ്ദ് ചെയ്യുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതിനെതിരെയാണ് ഞങ്ങൾ ഈ ട്രൈബ്യൂണലിൽ ഹർജി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ എല്ലാ വികസന പദ്ധതികളും ഇവിടെ വേണം. സ്റ്റേഡിയം വരണം, വഴി വേണം, സാധ്യമാകുന്ന എന്തെല്ലാം പദ്ധതികൾ മൂവാറ്റുപുഴയ്ക്കും കാവുംകുരിക്കും കിട്ടുമ്പോൾ വരുമോ അതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.